ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്നത് പ്രകാരം കച്ചവടത്തിൻ്റെയും ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും കുതന്ത്രങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും കള്ളന്മാരുടെയും മൃഗപരിപാലനത്തിൻ്റെയും ഫെർട്ടിലിറ്റിയുടെയും എല്ലാം ദൈവമാണ് ഹെർമിസ്. ആകാശത്തിൻ്റെയും ഇടിമിന്നലിൻ്റെയും ദൈവമായ സ്യൂസിൻ്റെ പുത്രനാണ് ഹെർമിസ്. ഹെർമിസിനെ പോലെ റോമൻ മിത്തോളജിയിൽ പരാമർശിക്കുന്ന ദൈവമാണ് മെർക്കുറി. ഹെർമിസ് ദേവന്റെ കയ്യിലിരിക്കുന്ന ദണ്ഡാണ് കഡൂഷ്യസ്. ഒരു ദണ്ഡും അതിനെ ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന 2 പാമ്പുകളും 2 ചിറകുകളും അടങ്ങുന്ന കഡൂഷ്യസ് ആണ് ഇന്ന് ഇന്ത്യയിലും മറ്റിടങ്ങളിലും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ചിഹ്നമായി ഉപയോഗിച്ചു വരുന്നത്. വഴക്കടിച്ചുകൊണ്ടിരുന്ന 2 പാമ്പുകൾക്കിടയിലേക്ക് എത്തിയ ഹെർമിസ് തന്റെ ദണ്ഡ് അവറ്റകൾക്ക് നേരെ എറിഞ്ഞു. അപ്പോൾ ആ പാമ്പുകൾ വഴക്കുമതിയാക്കി ആ ദണ്ഡിനു ചുറ്റും പിണഞ്ഞു നിന്നുവത്രേ. ഭൂമിയിലും ദേവലോകങ്ങളിലുമായി അതിരുകളില്ലാതെ ചുറ്റി സഞ്ചരിക്കാൻ കഴിയുന്ന ഹെർമിസിന് പരേതാത്മാക്കളെ അധോലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും സാധിക്കും. ഭൂരിഭാഗം ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിലും മെഡിക്കൽ ജേണലുകളിലും പ്രിസ്ക്രിപ്ഷനുകളിലും ഡോക്ടർമാരുടെ കാറുകളിലുമെല്ലാം കണ്ടുവരുന്ന സിംബലാണിത്. ചില ആരോഗ്യ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും ലോഗോയിൽ വരെ ഇത് കാണാം. അഭിമാനവും ബഹുമാനവും നേടിത്തരുന്ന ഒരു സിംബൽ എന്നുള്ള നിലയിലാണ് അവർ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ കഡ്യൂഷ്യസ് എന്ന ഈ സിംബലിന് ആരോഗ്യരംഗവുമായോ ചികിത്സയുമായോ വൈദ്യശാസ്ത്രവുമായോ ഒന്നും യാതൊരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ പിന്നെ വൈദ്യശാസ്ത്രത്തെ സൂചിപ്പിക്കുന്ന യഥാർത്ഥ സിംബൽ ഏതാണ്? ഗ്രീക്ക് മിത്തോളജി പ്രകാരം വൈദ്യശാസ്ത്രത്തിൻ്റെയും ചികിത്സയുടെയും എല്ലാം ദൈവമാണ് അസ്ക്ലിപ്പിയസ്. അപ്പോളോ ദേവന്റെ പുത്രനാണ് അസ്ക്ലിപ്പിയസ്. സൂര്യദേവനായ അപ്പോളോ പ്രകാശത്തിൻ്റെയും സംഗീതത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രവചനങ്ങളുടെയുമെല്ലാം ദൈവമാണ്. അസ്ക്ലിപ്പിയസിൻ്റെ കയ്യിലിരിക്കുന്ന ദണ്ഡാണ് റോഡ് ഓഫ് അസ്ക്ലിപ്പിയസ്. റോഡ് ഓഫ് അസ്ക്ലിപ്പിയസ് എന്ന ഈ ചിഹ്നമാണ് വൈദ്യശാസ്ത്രത്തിനെ സൂചിപ്പിക്കുന്ന യഥാർത്ഥ സിംബൽ. ഒരു ദണ്ഡും അതിൽ ചുറ്റിവരിഞ്ഞ് നിൽക്കുന്ന ഒരൊറ്റ പാമ്പും, ഇത്രയുമാണ് ഈ സിംബലിലുള്ളത്. കഡൂഷ്യസ് എന്ന സിംബലിൽ ഉള്ളതുപോലെ ഇതിൽ ചിറകുകളില്ല. അസ്ക്ലിപ്പിയസിൻ്റെ പുത്രിയാണ് ഹൈജിയ. വൃത്തിയുടെയും ശുചിത്വത്തിൻ്റെയും ശുദ്ധിയുടെയും ദേവതയാണ് ഹൈജിയ. ശ്രദ്ധിച്ചു നോക്കിയാൽ ശുചിത്വത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കായ ഹൈജീന് ഈ ദേവതയുടെ പേരുമായി സാമ്യമുള്ളതായി കാണാം. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് തന്നെയാണ് ഹൈജീൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. അസ്ക്ലിപ്പിയസിൻ്റെ മറ്റൊരു പുത്രിയായ പനാസ്യ ആവട്ടെ റെമഡീസ് അഥവാ പ്രതിവിധികളുടെയും രോഗശാന്തിയുടെയും സൗഖ്യത്തിൻ്റെയും ദേവതയാണ്. ആരോഗ്യരംഗത്തേക്ക് പുതുതായി കടന്നുവരുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന പ്രതിജ്ഞയാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത്. ഹിപ്പോക്രാറ്റിക് ഓത്ത് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോളോ, അസ്ക്ലിപ്പിയസ്, ഹൈജിയ, പനാസ്യ എന്നീ ദേവീ ദേവന്മാർക്കാണ് എന്നുള്ളതാണ് കൗതുകകരം. ഗ്രീക്ക് ഫിസിഷ്യനും തത്വചിന്തകനും ഒക്കെയായിരുന്ന ഹിപ്പോക്രാറ്റസ് ആണ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് ആരോഗ്യരംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. 1902 US ആർമിയിലെ മെഡിക്കൽ കോർപ്സ് അഥവാ ആതുര സേവന വിഭാഗത്തിന്റെ ക്യാപ്റ്റനായിരുന്ന ഒരാൾ റോഡ് ഓഫ് അസ്ക്ലിപ്പിയസ് എന്ന് തെറ്റിദ്ധരിച്ച് കഡൂഷ്യസിനെ അവരുടെ ഒഫീഷ്യൽ ലോഗോയിൽ ഉൾപ്പെടുത്തി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ സർജന്റെ ഓഫീസിലുള്ള ഒരു ലൈബ്രറിയൻ ഈ അബദ്ധം തിരിച്ചറിഞ്ഞു. പക്ഷേ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലായിരുന്നു. കാരണം ആ കാലയളവ് കൊണ്ട് കഡൂഷ്യസ് ഉൾപ്പെട്ട അവരുടെ ലോഗോ എല്ലായിടത്തും പ്രശസ്തമായി കഴിഞ്ഞിരുന്നു. കൂടാതെ രാജ്യത്തെ മറ്റ് മെഡിക്കൽ സംഘങ്ങളും ഹോസ്പിറ്റലുകളും ഈ സിംബൽ ഏറ്റെടുത്തു. എന്തിന്, ലോകം മുഴുവനും കഡൂഷ്യസ് മെഡിക്കൽ ഫീൽഡിനെ സൂചിപ്പിക്കുന്ന സിംബലായി മാറി. രോഗശാന്തിയെയും പുത്തനുണർവിനെയും നവജീവനെയും ഒക്കെ സൂചിപ്പിക്കുന്ന റോഡ് ഓഫ് അസ്ക്ലിപ്പിയസിന് പകരം മരണത്തെയും കുതന്ത്രങ്ങളെയും സൂചിപ്പിക്കുന്ന കഡൂഷ്യസ് ലോകപ്രശസ്തമായി. കഡൂഷ്യസിനു മുൻപ് ഏകദേശം 2400 വർഷങ്ങളോളം റോഡ് ഓഫ് അസ്ക്ലിപ്പിയസ് മെഡിക്കൽ സിംബലായി ഉപയോഗിച്ചു വന്നിരുന്നു അത്രേ. പാമ്പിനെ ആതുര സേവന രംഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സിംബലായി പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നു. എക്ഡൈസിസ് അഥവാ പടം പൊഴിക്കുന്നതിനുള്ള കഴിവുള്ളൊരു ജീവിയാണ് പാമ്പ്. ഇത് മരണമില്ലാത്ത ജീവിതത്തെ അഥവാ ഇമ്മോർട്ടൽ ലൈഫിനെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല ഇത് രോഗാതുരമായ ഒരവസ്ഥയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്നു. നെമറ്റോഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിരയാണ് ഡ്രങ്കങ്കുലസ് മെഡിനെൻസിസ്. പണ്ടുള്ള ഡോക്ടേഴ്സ് ഈ വിരയ്ക്കെതിരെയുള്ള ചികിത്സയുടെ ഭാഗമായി രോഗിയുടെ ശരീരത്തിലൂടെ വിര പോകുന്ന ദിശ മനസ്സിലാക്കിയതിനു ശേഷം രോഗിയുടെ സ്കിന്നിൽ മുറിവുണ്ടാക്കി ഒരു ചെറു സ്റ്റിക്ക് അഥവാ കമ്പിന്റെ സഹായത്തോടെ വിരയെ ചുറ്റി വരിഞ്ഞു വലിച്ച് പുറത്തെടുക്കുമായിരുന്നു അത്രേ. ഡോക്ടർമാരുടെ ഈ ചികിത്സയിലുള്ള കഴിവ് സൂചിപ്പിക്കുന്നതിനായി ഒരു കമ്പും അതിനെ ചുറ്റി നിൽക്കുന്ന വിരയെയും വരച്ചു ചേർത്ത് ഒരു സിംബലാക്കി മാറ്റിയത്രേ. ഇങ്ങനെയാവാം റോഡ് ഓഫ് അസ്ക്ലിപ്പിയസ് എന്ന ഡോക്ടർമാർ ഉപയോഗിക്കുന്ന സിംബൽ ഉണ്ടായതെന്നും വാദമുണ്ട്.
ഈ സിംബലുകളെ ചുറ്റിപ്പറ്റി ധാരാളം കോൺസ്പിരസി തിയറികൾ അഥവാ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ആതുര സേവന രംഗത്ത് മാത്രമല്ല, മറ്റ് പല മേഖലകളിലും നമ്മൾ നിത്യേന പല സിംബലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ സിംബലുകളുടെയും ചരിത്രം ഇതുപോലെ രസകരമായിരിക്കും.